ഒരു മോഷണ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വലിയൊരു മോഷണമാണ് നടന്നത്. ക്രിസ്മസ് ആഘോഷത്തിനായി പള്ളിയിലേക്ക് പോയ കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് 60 പവനാണ് നഷ്ടമായത്. കാട്ടക്കോട് സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഞെട്ടലോടെയാണ് കാട്ടാക്കട സ്വദേശികൾ ഉണർന്നത്. പ്രദേശത്തുള്ള വീട്ടിൽ മോഷണം നടന്നെന്ന വാർത്തയാണ് ആദ്യമെത്തിയത്. കാട്ടാക്കട സ്വദേശി ഷൈൻകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷണത്തിൽ 60 പവന്റെ സ്വർണം നഷ്ടമായെന്ന് വീട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പാതിര കുർബാനയ്ക്ക് കുടുംബം പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. ആരാധന കഴിഞ്ഞ് അവർ തിരിച്ചിവിടെ വീട്ടിൽ വരുമ്പോഴേ 9 മണിക്ക് മുമ്പായിട്ട് വന്നപ്പോൾ ഫ്രണ്ട് കതവ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരാളാണ് വന്നത്, തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് എന്തോ മോഷണം നടന്നിട്ടുള്ളത് മനസ്സിലായത്. ഒരു പൊടിയില്ല, എല്ലാ മുറികളും പരിശോധിച്ചാണ് കൊണ്ടുപോയിട്ട്. പ്രദേശത്ത് മോഷണം നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. 7 മണിക്കും 9 മണിക്കും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, അതിലുപരി കാട്ടക്കോട് നിവാസികൾക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. വീടിന്റെ കതക് തകർത്താണ് മോഷണം നടത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രദേശത്തുള്ളവർ പള്ളിയിലായതിനാൽ ആർക്കും മോഷണം നടത്തിയവരെ പറ്റി വിവരമില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.